എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്മസ് മുതൽ ഏകീകൃത കുർബാന വേണമെന്ന നിർദ്ദേശം മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലാണ് ഈ നിർദ്ദേശം നൽകിയത്. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, നേരത്തെ തന്നെ ക്രിസ്മസ് ദിനം മുതൽ ഏകീകൃത കുർബാനയിലേക്ക് മാറണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇത് പ്രാവർത്തികമാകുമോ മറ്റന്നാൾ? കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന തർക്കമാണ്. അതായത് സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ആവശ്യം നേരത്തെ മുതൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന നിലപാടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഉൾപ്പെടെ സ്വീകരിച്ചത്. അതിനുശേഷം പിന്നീട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാ തലവൻ എന്ന് പറയുന്ന ചുമതലയിൽ നിന്ന് ഒഴിവായി, രാജിവെച്ചു. അതിനുശേഷം സിറിൽ വാസിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി വന്ന് ചർച്ചകളൊക്കെ നടത്തി. മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ടുള്ള സിറിൽ വാസിൽ, ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ അയച്ചിട്ടുള്ള കത്തിൽ പറയുന്നത് മാർപ്പാപ്പ ഡിസംബർ 7 ഒരു വീഡിയോ സന്ദേശം അയച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. അതിൽ ഒരു തരത്തിലുള്ള സംശയം തോന്നേണ്ട ഒരു സ്ഥിതിവിശേഷവുമില്ല. സഭയുടെ കെട്ടുറപ്പിന് ഏകീകൃത കുർബാനക്രമം നടപ്പാക്കിയേ മതിയാവുകയുള്ളൂ. അത് തിരുപ്പിറവി മുതൽ നടപ്പാക്കണം എന്നതാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ബിഷപ്പ് ബോസ്കോ പുത്തൂരും ഒരു സർക്കുലർ അയച്ചിരിക്കുകയാണ് വൈദികർക്ക്. ഡിസംബർ 25 മുതൽ സിനഡ് തീരുമാനിച്ചിട്ടുള്ള ഏകീകൃത കുർബാന ക്രമം നടപ്പാക്കി തുടങ്ങണം എന്നതാണ് അതിൽ പ്രധാനമായും പറയുന്നത്. ഇത് എങ്ങനെയായിരിക്കും അത് പ്രാവർത്തികം എന്ന നിലയിലേക്ക് വരിക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നേരത്തെയൊക്കെ ഒരു നിർദ്ദേശം, ശക്തമായിട്ടുള്ള നിർദ്ദേശം പലതവണ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അന്നൊന്നും അത് പാലിക്കപ്പെട്ടിരുന്നില്ല. ഈ രണ്ട്, ഒന്ന് കത്തിലെയും മറ്റൊന്ന് സർക്കുലറിലെയും സ്വഭാവം എന്ന് പറയുന്നത് ഒരു അഭ്യർത്ഥനയാണ്. എല്ലാവരോടും അത് സ്വീകരിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്നാൽ AMT, അതായത് സഭാ സുതാര്യ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നത് ഡിസംബർ 25 ഏതെങ്കിലും ഒരു കുർബാന ഇത്തരത്തിൽ ഏകീകൃത കുർബാനയായി നടപ്പാക്കും. അതിനുശേഷം അത് മുന്നോട്ട് കൊണ്ടുപോകുക ബുദ്ധിമുട്ടാണ് എന്ന നിലപാടാണ് അവരടക്കം പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ് എങ്ങനെയാണ് കാര്യങ്ങൾ വരിക എന്നത്. കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖമായും പ്രധാന ഭാഗം ആൾത്താരാഭിമുഖമായും നടപ്പാക്കണം എന്നതാണ് സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന ക്രമത്തിൽ പറയുന്നത്. എന്തായാലും ഡിസംബർ 25 തിരുപ്പിറവി മുതൽ അത് നടപ്പാക്കണം എന്നതാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ പ്രതിനിധി വച്ചിട്ടുള്ള നിർദ്ദേശം. അതിന് ചുവട് പിടിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലിയിലെ അതിരൂപതയിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററും ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്.